കൊച്ചി നഗരത്തിന്റെ ഹൃദയഭാഗമായ പനമ്പിള്ളി നഗറിൽ മലിനജലം പരന്നൊഴുകുന്നു. വേലിയേറ്റം വന്നാൽ ഓടയിലെ മലിനജലം മുഴുവൻ റോഡിൽ നിറയുകയാണ്. സമീപത്തെ വീടുകളിലും വെള്ളം കയറി. റോഡും കാനയും അശാസ്ത്രീയമായി നിർമ്മിച്ചതിന്റെ ഫലമെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു. സൈഫുനിസ അലിയാർ നമുക്കൊപ്പം. സൈഫുനിസ അലിയാർ, പനമ്പിള്ളി നഗറിൽ ഏത് ഭാഗത്തായാണ് ഈ സംഭവം? ഇപ്പോഴത്തെ സാഹചര്യം എന്ത്? സുജയ, ഞാൻ നിൽക്കുന്നത് പനമ്പിള്ളി നഗറിലെ നമ്മുടെ കൊച്ചി ബ്യൂറോയുടെ തൊട്ട് മുൻപിലുള്ള കാഴ്ചയാണിത്. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തോന്നും വലിയൊരു മഴ പെയ്ത് വെള്ളക്കെട്ട് രൂപപ്പെട്ടതാണെന്ന്. പക്ഷേ ഇത് വെള്ളക്കെട്ടൊന്നുമല്ല, വേലിയേറ്റം മൂലം ഉണ്ടായിരിക്കുന്ന വെള്ളമാണ്. രാവിലെയും ഒപ്പം തന്നെ വൈകിട്ടും ഇതാണ് ഇവിടുത്തെ ഇപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇതാണ് ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ. വാഹനങ്ങൾക്ക് ഈ വഴിക്ക് കടന്നു വരാൻ കഴിയില്ല. വാഹനങ്ങളൊക്കെ വഴിതിരിച്ച് വിടുകയാണ്. ഇവിടുന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഓടയുടെ ഒരു അവസ്ഥ കാണാം. ഓടയും റോഡും ഒരേ നിരപ്പിൽ ഇവിടെ വെള്ളം കയറി കിടക്കുകയാണ്. നമുക്ക് ഇങ്ങോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇതാണ് ഈ ഓടയിൽ നിന്നുള്ള വെള്ളമാണ് ഈ റോഡിലേക്ക് കയറുന്നത്. അത് ഏകദേശം ഒരു മുട്ടിൻ്റെ അത്രയും തന്നെ വെള്ളം ആ ഭാഗത്തുണ്ട്. നമുക്ക് അങ്ങോട്ടേക്ക് ഇറങ്ങാൻ കഴിയില്ലാത്ത അവസ്ഥയാണ്. അത്രയും വെള്ളം ആ ഭാഗത്തുണ്ട്. ഈ സമീപ പ്രദേശങ്ങളിലെ വീടുകളിലും ഒപ്പം തന്നെ കടകളിലെല്ലാം തന്നെ വെള്ളം കയറി കിടക്കുന്ന അവസ്ഥയാണ്. ഇവിടെ കുറേ പേര് കടന്നു പോകാൻ കഴിയാതെ കുടുങ്ങിക്കിടക്കുന്നവരുണ്ട്. ഈ കടയിലുള്ളവർ ഇവിടെ നിന്ന് ഇനിയിപ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഈ ഷോപ്പുകളിലുള്ളവരൊക്കെ ഉള്ളത്. ഇതിനകത്ത് ചുറ്റും വെള്ളമാണ്. ഒപ്പം ഇവിടെ കാനയുടെ നിർമ്മാണം നടക്കുന്നുണ്ട്. എങ്കിൽ പോലും കാന ഇപ്പോഴും പഴയ സ്ഥിതിയിൽ തന്നെയാണ്. അതിൻ്റെ ഉയർച്ച കുറച്ചുകൂടെ ഉയർത്തി പണിതാൽ മാത്രമേ ആ വെള്ളം കയറാതിരിക്കുകയുള്ളൂ. പക്ഷേ ഇപ്പോൾ കണ്ടോ, വെള്ളം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. പുഴയിൽ ഒഴുകുന്നത് പോലെ അത്രയും സ്പീഡിലാണ് ഈ ഭാഗത്തേക്ക് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വെള്ളം കയറാനുള്ള സാധ്യതയാണുള്ളത്. എല്ലാ ദിവസവും രാവിലെ വെള്ളം ഉണ്ടാകാറുണ്ടെങ്കിലും പക്ഷേ ഇത്രയും വെള്ളം കയറാറില്ല. ഇപ്പോൾ ഈ നിർമ്മാണം കൂടി നടക്കുന്നത് കൊണ്ടാണ് കൂടുതൽ വെള്ളം വരുന്നത്. ഈ ഭാഗത്തേക്ക് ആൾക്കാർക്കൊന്നും കടന്നു വരാൻ കഴിയാത്തൊരവസ്ഥയാണുള്ളത്. പല വഴിക്ക് കറങ്ങി വേണം ഈ ഭാഗത്തേക്ക്. ഇപ്പോൾ 11th ക്രോസ് റോഡിലാണ് ഇത്രയും ഗുരുതരമായ ഒരു അവസ്ഥയുള്ളത്. ഈ ഭാഗത്ത് ഉൾപ്രദേശങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ വീടുകളിലൊക്കെ വെള്ളം കയറുന്ന അവസ്ഥയുമാണ്. ഈ ഷോപ്പുകളിലുള്ളവരൊക്കെ അവിടെ കുടുങ്ങിക്കിടക്കുന്ന രീതിയിലാണുള്ളത്. വൈകിട്ടായാൽ ഇനി വെള്ളം കിടക്കുമ്പോൾ അവിടെ ഇടപെടേണ്ടതാണല്ലോ. അധികൃതർ ആരെങ്കിലും വന്ന് നോക്കിയോ? ഈ കാന നിർമ്മാണം കഴിയുന്നതോടുകൂടി ഇതിന്റെ വെള്ളക്കെട്ട് മാറുമെന്നാണ് പറയുന്നത്. പക്ഷേ അതൊരു ശാശ്വത പരിഹാരമാകില്ല. കാരണം ഈ റോഡ് മുഴുവൻ തകർന്നു കിടക്കുകയാണ്. ദിവസേന ഇങ്ങനെ വെള്ളം കയറി കിടന്നാൽ നമ്മുടെ ബ്യൂറോയുടെ മുൻവശമാണ്. ലേബിയോടും സംഘത്തോടും ഒക്കെ പറയൂ, അതിലേക്ക് ഇറങ്ങി ചവിട്ടി കൂടുതൽ അസുഖങ്ങളൊന്നും വരുത്തി വെക്കേണ്ട. മലിനജലമാണ് പരന്നി ഒഴുകുന്നത്. റോഡിൽ ഓടയിലെ മലിനജലം മുഴുവൻ റോഡിൽ നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത്. കൊച്ചിയുടെ ഹൃദയഭാഗമായ ഏറ്റവും പോഷ് ഏരിയ എന്ന് അഭിമാനിക്കുന്ന പനമ്പിള്ളി നഗറിലെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. റോഡും കാനയും ഒക്കെ നിർമ്മിച്ചത് അശാസ്ത്രീയമായാൽ ഇങ്ങനെ ഇരിക്കും അവസ്ഥ എന്ന് ചൂണ്ടിക്കാട്ടാൻ നമുക്ക് എന്തായാലും ഈ ദൃശ്യം അധികൃതരുടെ മുന്നിലേക്ക് വെക്കാം. താങ്ക് യു സൈഫുനിസ അലിയാർ.